അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമസ്കാരം. എൻ്റെ പേര് അഷ്റഫ് വാഴക്കാട്. ഞാനൊരു പ്രവാസിയായി വീണ്ടും ഗൾഫ് രാജ്യത്തെത്തിയിരിക്കുകയാണ്. വീണ്ടും വരേണ്ട ഒരു സാഹചര്യം വന്നു. പ്രവാസ ജീവിതമാണ് എപ്പോഴും തുണയുണ്ടാവുക എന്നുള്ളത് ശരിയാണ്. എന്നെ പ്രവാസി ജീവിതമൊക്കെ അവസാനിച്ച് നല്ല റെസ്റ്റ് എടുത്തിട്ട് നല്ലൊരു ചാരിറ്റി മേഖലയിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് എന്നെ കബളിപ്പിക്കപ്പെട്ടതും പുറത്ത് ജനം വളരെയധികം അറിയില്ല. ഞാൻ ഒരു ഗോൾഡ് ബിസിനസ്സിലും അതുപോലെ തന്നെ ഒരു പറമ്പ് കച്ചവടത്തിലും എന്നെ രണ്ടാൾ വഞ്ചിക്കപ്പെട്ടു. ഒന്ന് RECയുള്ള ഒരാളാണ്, ഒന്ന് നൂനിക്കര ഉള്ള മക്കരപ്പറമ്പുള്ള ഒരാളോ എന്നെ വഞ്ചിക്കപ്പെട്ട് ഞാനതിൽ കുടുങ്ങി കോടികൾ നഷ്ടപ്പെട്ട് വീട് വരെ അവസാനം പോയ ഒരു രീതിയിലെത്തി. വീണ്ടും പ്രവാസ ജീവിതമാണ് എനിക്ക് അഭയം നൽകിയത്. ഇപ്പം ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലാക്കുന്നത് പ്രവാസ ജീവിതം വീണ്ടും ഞാൻ വിഡ്ഢിയാണ് ഞാൻ. പ്രവാസികൾ 60% ആൾക്കാരും വിഡ്ഢികളാണ്. 40% ബിസിനസ് ചെയ്ത് ക്യാഷ് ഉണ്ടാക്കി ഫാമിലിയൊക്കെ ഇവിടെ ആയി നല്ല ജീവിക്കുന്നുണ്ട്. 60% വിഡ്ഢികളാണെന്ന് പറയാൻ കാരണം ദുനിയാവ് മാത്രം ഓരോരോ നഷ്ടപ്പെടുന്ന വ്യക്തികളുണ്ടെങ്കിൽ അത് പ്രവാസികളാണ്. കാരണം ഞാൻ പറയട്ടെ, അവർക്ക് ദീനുണ്ടോ? നമസ്കരിക്കാൻ കറക്റ്റ് പള്ളിയിൽ പോയി കൈയുണ്ടോ? ഇല്ല. കഥാവുന്നുണ്ട്. ഒന്ന് കുത്തിമറിയുക. അള്ളാഹിനോട്, പഠിച്ച തമ്പുരാനോട് കറക്റ്റ് കരഞ്ഞ് സംസാരിക്കാൻ അവർക്ക് സമയമില്ല. കാരണം അവർക്ക് ബിസിനസ്സാണ്. എന്നാൽ ക്യാഷ് ഉണ്ടോ? അതുമില്ല. എന്നും കടത്തിൽ. എന്നാൽ സമാധാനമുണ്ടോ? അതുമില്ല. സന്തോഷമുണ്ടോ? അതുമില്ല. ആരോഗ്യമുണ്ടോ? അതുമില്ല. ഷുഗർ, കൊളസ്ട്രോള് അതുപോലെയുള്ള രോഗങ്ങളുമായിട്ടാണ് ലാസ്റ്റ് നാട്ടിലേക്ക് മടങ്ങാറ്, അല്ലെങ്കിൽ മയ്യത്ത് മടങ്ങും. ഇങ്ങനത്തെ സാഹചര്യത്തിൽ നമ്മൾ വിഡ്ഢികളല്ലേ എന്ന് ആലോചിച്ചു. നമ്മൾ ഓരോ ദിവസവും ഓരോ സമയവും നമ്മൾ നഷ്ടപ്പെടുന്നത് ഏത് രീതിയിലൂടെയാണ്? ജീവിതം ആസ്വദിച്ചത് കൊണ്ടാണോ, അല്ലെങ്കിൽ കഷ്ടപ്പെട്ടു ജീവിക്കുന്നു, മനസ്സ് നീറി വിങ്ങിപ്പൊട്ടി അങ്ങനെയാണോ നമ്മളെ ജീവിതം മുന്നോട്ട് പോകുന്നത്? നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. എല്ലാ പ്രവാസികളും ഞാൻ ഈ അവസാന സമയം എന്ന് പറഞ്ഞാൽ എനിക്ക് 50 കഴിഞ്ഞു. ഈ സമയത്തെങ്കിലും ബോധം വന്ന് ഞാൻ നിങ്ങളോട് എൻ്റെ അനുഭവ കഥകളാണ് പറയുന്നത്. ഇനിയെങ്കിലും പ്രവാസി ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ പോകണമെന്ന് പറയുന്നില്ല. എന്നാലോ നമ്മുടെ ഫാമിലിയൊത്ത്, നമ്മുടെ മാതാപിതാക്കളൊത്ത് കുറച്ച് ചിലവാക്കാനുള്ള സമയം കണ്ടെത്തും. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കേണ്ടതുണ്ട്. കുടുംബങ്ങൾ, നാട്ടുകാർ, ഒരു മരണമോ ഒരു കല്യാണമോ നമുക്കില്ല. അതുപോലെ തന്നെ പലതും നമ്മളറിയാതെ നഷ്ടപ്പെട്ടു പോകുന്നു. ആരോഗ്യം നമ്മളറിയാതെ നഷ്ടപ്പെട്ടു പോകുന്നു. ബുദ്ധി നമ്മളറിയാതെ നഷ്ടപ്പെട്ടു പോകുന്നു. അതുപോലെ നമുക്ക് ദീനും നമസ്കാരവും അള്ളാഹ്ക്ക് വേണ്ടിയുള്ള ഇബാദത്തുകളും നമ്മൾ അറിയാതെ നഷ്ടപ്പെട്ടു പോകുന്നു. സമയമില്ല, ഒന്നിനും സമയമില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കാൻ വേണ്ടിയുള്ള ഒരു മുന്നറിയിപ്പ് മാത്രം, അനുഭവങ്ങൾ മാത്രം. ആരോഗ്യമാണ് ഏറ്റവും വലിയത്. പിന്നെ ദുനിയാവ് വേണം, പക്ഷേ ആ ദുനിയാവിൽ ആസ്വദിക്കാൻ സാധിക്കണം. ഏത് രീതിയിലൂടെ? നല്ല രീതിയിൽ, ഹലാലായ രീതിയിൽ കൂടെ ആസ്വദിക്കാൻ സാധിക്കണം. ഭാര്യമാരും കുട്ടികളും ഉമ്മയും ഉപ്പയും നാട്ടുകാരുമായി ജീവിക്കാൻ സാധിക്കണം. അതൊന്നും ജീവിക്കാൻ സാധിക്കാതെ 1-2 മാസമോ നാട്ടിൽ ലീവിന് പോകും, ആരും കാണാതെ പോരും. ഇവിടെ വന്ന് കഷ്ടപ്പെടും. ഒന്നുമില്ലാതെ. ഉറക്കുണ്ടാവും, ഉറക്ക് കറക്റ്റില്ല. എപ്പോഴാണ് ഉറങ്ങൽ? രാത്രി 1 മണിക്ക്. എപ്പോഴാണ് ഉണരൽ? രാവിലെ 5 മണിക്ക്. ഉറക്കില്ല. അതുപോലെ തന്നെ റെസ്റ്റില്ലാത്ത ജീവിതം, സമാധാനമില്ലാത്ത ജീവിതം, സന്തോഷമില്ലാത്ത ജീവിതം, ആരോഗ്യമില്ലാത്ത രോഗിയായിട്ടുള്ള ജീവിതം, പ്രവാസ ജീവിതം. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക എന്നുള്ളൊരു മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമസ്കാരം.